ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോണത് കൊച്ചു ടി വി വന്നിരുന്നേ നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത കുറച്ച് കാർട്ടൂൺസുകളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളൊരിക്കലും കൊച്ചു ടി വി വന്ന ഓരോ കാർട്ടൂൺസ് മറക്കില്ല. അങ്ങനെ നമ്മൾ ഒരിക്കലും മറക്കാത്ത കുറച്ച് കാർട്ടൂൺസാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഹൈപ്പും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്താണ് മായക്കണ്ണൻ. മാജിക് ഇത് വണ്ടർ ബോയ് എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ പേര് നമുക്കറിയാം. മായക്കണ്ണൻ എന്ന കാർട്ടൂൺ സീരീസ് നമ്മൾ കൊച്ചു ടി വിയിൽ കണ്ടത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോഴും തിരിച്ചു വരാൻ വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഭയങ്കര രസകരമായ ഈ സീരീസ് തിരിച്ചു വരുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് മറക്കാൻ സാധ്യതയില്ലാത്തൊരു കാർട്ടൂൺ. അടുത്തതാണ് ലിറ്റിൽ കൃഷ്ണ. ഇന്ത്യക്കാരുണ്ടാക്കിയ കാർട്ടൂൺ സീരീസ് ഇന്ത്യയിൽ തന്നെ മികച്ച കാർട്ടൂണുകളിൽ ഒന്നാണ്. കൊച്ചു ടി വിയിൽ ഇപ്പോഴും മുടങ്ങാതെ ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു കാർട്ടൂൺ സീരീസാണ് ലിറ്റിൽ കൃഷ്ണ. കൊച്ചു ടി വി തുടങ്ങിയത് മുതൽ ഇന്നേ വരെയുള്ള കുറച്ച് കാർട്ടൂൺസിൽ ഒരു കാർട്ടൂൺ കൂടിയാണ് ലിറ്റിൽ കൃഷ്ണ കാർട്ടൂൺ. അങ്ങനെ നമ്മൾ പെട്ടെന്നൊന്നും മറക്കില്ല. അടുത്തതാണ് സ്റ്റുവർട്ട് ലിറ്റിൽ കാർട്ടൂൺ. ഇതും വളരെ മികച്ചൊരു കാർട്ടൂൺ സീരീസ് ആണ്. ഇതിന്റെ മൂവീസും കൊച്ചു ടി വി വന്നിട്ടുണ്ട്. 1ഉം 2ഉം 3ഉം ഒക്കെ. വളരെ കുറച്ച് എപ്പിസോഡ്സ് മാത്രമല്ല സീരീസ് നമ്മൾ പെട്ടെന്നൊന്നും മറക്കില്ല. അടുത്തതാണ് ഡിറ്റക്റ്റീവ് രാജപ്പൻ. ഇതിന്റെ യഥാർത്ഥ പേരാണ് ജെനോറിമോ സ്റ്റിൽട്ടൺ. കൊച്ചു ടി വിയിൽ ഇപ്പോഴും വരണം എന്ന് ആഗ്രഹിക്കുന്ന കാർട്ടൂൺസിൽ ഒന്ന് തന്നെയാണ് ഡിറ്റക്റ്റീവ് രാജപ്പൻ. രാത്രി സമയങ്ങളിലും അതുപോലെ വൈകുന്നേര സമയങ്ങളിലും ടെലികാസ്റ്റ് ചെയ്തിരുന്നു ഡിറ്റക്റ്റീവ് രാജപ്പൻ കൊച്ചു ടി വിയിൽ. ഇത് തിരിച്ചു വരണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇതും നമുക്ക് അങ്ങനെ മറക്കാൻ പറ്റില്ല. അടുത്തതാണ് മാർസുബ്ലാമി. കൊച്ചു ടി വി വന്നതിൽ മികച്ചൊരു കാർട്ടൂൺ സീരീസാണ് മാർസുബ്ലാമി. ഇതിന്റെ 2 ഭാഗങ്ങളാണ് കൊച്ചു ടി വി വന്നത്. ഇത് രാവിലെയും അതുപോലെ ഉച്ച സമയത്തൊക്കെ കൊച്ചു ടി വിയിൽ ഒരുപാട് പ്രാവശ്യം ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ രസകരമായ സീരീസ് നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല. ഇത് ഉടനെ തന്നെ കൊച്ചു ടി വിയിൽ വരും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്താണ് ഹീമാൻ. കൊച്ചു ടി വിയുടെ തുടക്കകാലം മുതൽ ടെലികാസ്റ്റ് ചെയ്ത കാർട്ടൂൺ സീരീസ് ആയിരുന്നു ഹീമാൻ. എന്നാൽ ഇതിപ്പോൾ കൊച്ചു ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യാറില്ല. ഒരുപാട് പേർ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാർട്ടൂൺ സീരീസ് കൂടിയാണ് ഹീമാൻ. രാവിലെ സമയത്തൊക്കെയാണ് ഇത് കൂടുതലായി ടെലികാസ്റ്റ് ചെയ്തിരുന്നത്, അതുപോലെ വൈകുന്നേര സമയത്തും. അടുത്താണ് ഗ്ലോറിയസ് ഹൗസ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഗ്ലോറിയസ് ഹൗസ് കൊച്ചു ടി വിയിൽ തിരിച്ചു വന്നിരുന്നത്. 2016 ശേഷം പിന്നീട് 2024 ഗ്ലോറിയസ് ഹൗസ് കൊച്ചു ടി വിയിൽ തിരിച്ചു വരുന്നത്. ഏതായാലും കൊച്ചു ടി വിയിൽ ഇപ്പോഴും ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. ഇതിന് ഉടനെ തിരിച്ചു പോരാൻ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്താണ് പണ്ട് കാലം കൊച്ചു ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്ന ലില്ലി. അതിന് യഥാർത്ഥ പേര് ഹൈദി ആണെങ്കിലും ലില്ലി എന്ന പേരിലായിരുന്നു കൊച്ചു ടി വിയിൽ വന്നത്. ആ ലില്ലി എന്ന കാർട്ടൂൺ അതൊരു ഒന്നൊന്നര കാർട്ടൂൺ ആയിരുന്നു. അതിപ്പോൾ ഇത് ഹൈദി എന്ന പേര് വരുന്നുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും ബോറടിച്ചു തുടങ്ങി. കാരണം അതാണിപ്പോൾ കൊച്ചു ടി വിയിൽ മെയിനായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ശരിയാവുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഈ കാർട്ടൂൺ സീരീസും ആരും ഓർഡറൊന്നും മറക്കില്ല. അടുത്തതാണ് ഡ്രാഗൺ ബൂസ്റ്റർ. ഇതും എല്ലാവരും ഉടൻ തന്നെ കൊച്ചു ടി വിയിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന കാർട്ടൂൺസുകൾ ഒന്നാണ്. ലോകത്ത് മുഴുവനും ഇത് ഹിറ്റായില്ലെങ്കിലും ഇന്ത്യയിലും അതുപോലെ കൊച്ചു ടി വി ചാനലും ഇതിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. ടി വിയിൽ ഇത് രാത്രി സമയങ്ങളിലും അതുപോലെ രാവിലെ സമയങ്ങളിലാണ് കൂടുതലും ടെലികാസ്റ്റ് ചെയ്ത് ഞാൻ കണ്ടത്. ഏതായാലും ഇതും ആരും പെട്ടെന്നൊന്നും മറക്കില്ല. അടുത്ത കാർട്ടൂൺ സീരീസാണ് ദോസ്ത് പടാ ദോസ്ത്. ഇതിന്റെ യഥാർത്ഥ പേര് പെറ്റ് പാൽസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ പേരുകൾ അറിയുക അത് ദോസ്ത് പടാ ദോസ്ത് എന്ന പേരിൽ തന്നെ ആയിരിക്കും. കൊച്ചു ടി വിയിൽ വന്നതിൽ മികച്ചൊരു കാർട്ടൂൺ സീരീസാണ്, അല്ലെങ്കിൽ ഐക്കോണിക് ഒരു കാർട്ടൂൺ സീരീസാണ് ദോസ്ത് പടാ ദോസ്ത്. ഇപ്പോഴും ഇത് കൊച്ചു ടി വിയിൽ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ഫാൻസ് ഉണ്ട് ഇതിന്. ഈ കാർട്ടൂൺ സീരീസും ആരും ഉടനൊന്നും മറക്കില്ല. അടുത്താണ് ഡോറാബുജി. ഡോറാബുജി എന്ന പേരും ആരും ഉടനൊന്നും മറക്കില്ല. കൊച്ചു ടി വി തുടങ്ങിയത് മുതൽ ഉണ്ടായിരുന്ന കാർട്ടൂൺ സീരീസ് ആയിരുന്നു കൊച്ചു ടി വിയിൽ ഡോറാബുജി. അടുത്ത കാർട്ടൂണാണ് ജാക്കി ചാൻ. ജാക്കി ചാൻ കൊച്ചു ടി വിയിൽ വന്നതിൽ ഒരു ലെജൻഡറി കാർട്ടൂൺ തന്നെയാണ്. കൊച്ചു ടി വി ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ അതിന് മെയിൻ പങ്ക് വഹിച്ചത് ജാക്കി ചാൻ എന്നൊരു കാർട്ടൂൺ സീരീസ് മാത്രമാണ്. ജാക്കി ചാനും അങ്ങനെ ആരും പെട്ടെന്നൊന്നും മറന്നു പോകില്ല.